സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ്? അല്ലാഹ് സ്റ്റീഫൻ ഡബ്ല്യു ഹോക്കിൻസ്. അയാളല്ലേ ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ബുദ്ധിമാൻ. അയാളെപ്പോലത്തൊരു ബുദ്ധിമാൻ ഈ നൂറ്റാണ്ടിൽ വന്നിട്ടില്ല പോലും. ഇനി അങ്ങനത്തെ ഒരു ബുദ്ധിമാൻ വരാൻ ചാൻസ് ഇല്ല പോലും. ആ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ ഡബ്ല്യു ഹോക്കിൻസ്, സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞതെന്താണ്? ഒരു 100 കൊല്ലം കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് ശാസ്ത്രജ്ഞന്മാര് പ്രവചിച്ചാലും വേണ്ടില്ല, ഞാൻ പറയുന്നു 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകം ഇതുപോലെ ഉണ്ടാവില്ല, ഈ ഭൂമി ഇതുപോലെ ഉണ്ടാവില്ല, ആകാശം ഇതുപോലെ ഉണ്ടാവില്ല, ഈ സൂര്യൻ ഇതുപോലെ ഉണ്ടാവില്ല. എല്ലാം തകർന്ന് തരിപ്പണമായി മറ്റൊരു ലോകമായി തീരും. ആ ലോകമായി തീരുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഇനി കൂടുതൽ കാലം കഴിയാനില്ലല്ലോ. ഞാൻ ഉമ്മമാരെ, നിങ്ങൾ ഓതാറില്ലേ? മായൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഅഖുദുഹും വഹും യഖ്സിമൂൻ. ആളുകൾ കഥാ കച്ചവടത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോ ക്ലബ്ബുകളിലും ടറഫുകളിലും സജീവമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിയമസഭയും ലോക്സഭയും രാജ്യസഭയും സജീവമായി ബില്ലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അങ്ങാടികൾ തിരക്ക് പിടിച്ച് ജനനിബിഡമായി കൊണ്ടിരിക്കുമ്പോൾ, കർഷകർ കൃഷി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സിനിമാ ടാക്കീസുകളും അതുപോലെ നാടകവേദികളും പാട്ടുകച്ചേരികളും എല്ലാം സജീവമായി നടക്കുമ്പോൾ, കല്യാണ പന്തലുകളിൽ തരുണിമണികൾ ഒപ്പന പാട്ട് പാടുമ്പോൾ, എല്ലാവരും അവനവന്റെ കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, പെട്ടെന്ന് കാണാം ഒരു വലിയ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം, സൈറൻ മുഴങ്ങുന്നത് കേൾക്കാം. ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ അതിഭയങ്കരമായ ഉരുൾപൊട്ടൽ അനുഭവപ്പെട്ടു പോലും. മുത്തുമലയിലെ ഒരു രാത്രി കൊണ്ട് എത്ര ആളുകളാണ് മരിച്ചു പോയത്, എത്ര ആളുകളാണ് ഒലിച്ചു പോയത്, എത്ര വീടുകളാണ് ഒലിച്ചു പോയത്. അതിന്റെ അലയലികൾ തീരുമ്പോഴേക്ക് മറ്റൊരു സ്ഥലത്ത് കാണാം വലിയ പ്രളയത്തിന്റെ കെടുതി, അപ്പോൾ കാണാം മറ്റൊരു സ്ഥലത്ത് ഭൂകമ്പങ്ങള്, അപ്പോൾ കാണാം അതിന്റെ അലയൊലികളൊക്കെ തീരുമ്പോഴേക്ക് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് മാരക രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്നു. കൊറോണയങ്ങ് തീരുമ്പോൾ വേറെ രോഗങ്ങൾ വരുന്നു, അപ്പോഴേക്ക് നിപ്പ വരുന്നു, അപ്പോഴേക്ക് വേറെ പലതും വരുന്നു. ഇങ്ങനെ നിരന്തരമായി 2, 3, 4 കൊല്ലം നിരന്തരമായിട്ട് അപകടങ്ങൾ വരുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മരിച്ചു തീരുന്നു. അങ്ങനെ മരിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യന്മാര് മരിച്ചു പോകുന്നു. സ്വാലിഹീങ്ങളൊക്കെയും മരിക്കുന്നു, മുഅ്മിനീങ്ങളൊക്കെയും മരിക്കുന്നു, ആലിമീങ്ങളൊക്കെയും മരിക്കുന്നു. അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവര് മുഴുവനും സർവനാടുകളിൽ നിന്നും മരിച്ചു പോകുന്നു. വല്ലാത്ത ചണ്ടികൾ മാത്രം ബാക്കിയാകുന്നു. സുബ്ഹാനല്ലാഹ്. അതിനുശേഷം മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാം താമസിയാതെ സൂറന്ന കാഹളത്തിൽ ഊതുന്നു. വനുഫിഖ ഫിസ്സൂരി ഫസഇക മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർദ്. ആകാശത്തിലുള്ള
ഉള്ളവർ മുഴുവനും മരിക്കുന്നു, ഭൂമിയിൽ ഉള്ളവർ മുഴുവനും മരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നു. എല്ലാവരും ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നു. മൃഗങ്ങൾക്ക് മനുഷ്യരുമായിട്ട് ഇണങ്ങി തുടങ്ങുന്നു. അല്ലാ അല്ലാ, അങ്ങനെ എല്ലാവരും മരിക്കുമ്പോൾ ആ മരിച്ചതിനു ശേഷം യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള്, ഈ ഭൂമിയെ അല്ലാഹു തലകീഴായി മറിക്കുന്നു, മറ്റൊരു ഭൂമിയായി മാറുന്നു. എവിടെയും കുന്നുകളില്ല, കുഴികളില്ല, റോഡുകളില്ല, തോടുകളില്ല, മരങ്ങളില്ല, ബിൽഡിങ്ങുകളില്ല. ഒരു വിശാലമായ മൈതാനം. ഈ ഭൂമി അങ്ങനെ ഒരു മൈതാനമായി തീരുന്നു. മക്കളെ, നടക്കുമെന്ന് സ്റ്റീഫൻ പറയുന്നു. ഒരു മൈതാനമായി തീർന്നാൽ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. റോഡുകളും തോടുകളും ഒന്നുമില്ല, റെയിലുകളില്ല, മരങ്ങളില്ല, ബിൽഡിങ്ങുകളില്ല. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന പരിശുദ്ധ മദീന പോലും മലക്കുകൾക്ക് തിരിച്ചറിയുന്നില്ല, മക്കയറിയുന്നില്ല, മദീനയറിയുന്നില്ല. ആ രൂപത്തിലിതാ ലോകം മുഴുവനും ഒരൊറ്റ മൈതാനമായി തീർന്നാൽ ആ മൈതാനത്തിൽ നിന്ന് ഹബീബായ തങ്ങളെ വിളിച്ചുണർത്താൻ മഹാനായ മാലിക്, ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ, ഇസ്രാഈൽ, മീകായിൽ, ജിബ്രീൽ, 4 മലക്കുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പടച്ച റബ്ബ് വിടുമ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഖബറിന്റെ ചുറ്റും ചൊല്ലുന്നു, തിരിച്ചറിയാതെ ബുദ്ധിമുട്ടുന്നു. ആകാശത്തെ കടിച്ചു വീശുന്ന പ്രകാശം കൊണ്ട് തിരിച്ചറിയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം ചെല്ലുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാം വിളിക്കുന്നു. ഹബീബിന്റെ ഖബർ പൊട്ടുന്നു. ഖബർ പൊട്ടി മുത്ത് നബി പുറത്തു വരുന്നു. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന അതേ ബുറാഖെന്ന വാഹനമുണ്ട്, ലിവാഉൽ ഹംദ് എന്ന കൊടിയുണ്ട്, 70 ഹുല്ല വസ്ത്രങ്ങളുണ്ട്, അതേ താജുൽ കറാമ എന്ന കിരീടമുണ്ട്. അതിൽ തങ്ങളെ കേറ്റിയിട്ട് ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോകുന്നു. ആ പാറപ്പുറത്ത് വലിയൊരു സിംഹാസനം സ്ഥാപിക്കുന്നു. അതിൽ മുത്തുനബിയെ ഇരുത്തുന്നു. അതിന്റെ പിന്നിൽ നിന്ന് മഹാനായ ഇസ്രാഫീൽ രണ്ടാമത് ഊതുന്നു. യാ അയ്യത്തുൽ നിദാമുൽ ബാലിയ വൽ ഔസ്വാലുൽ മുതഖത്തിയ വൽ ഹുർമുൽ മുതമസ്സിഖ, അതേ ഇജ്മഉ ലി ഫസ്ലിൽ ഖലാ, നുരുമ്പിപ്പോയ ശരീരങ്ങളെ, ജീർണിച്ച എല്ലുകളെ, ഇതാ വിട്ടുപിരിഞ്ഞ അവയവങ്ങളെ, എഴുന്നേൽക്കൂ എഴുന്നേൽക്കൂ എന്ന് പറയുമ്പോൾ ഓരോ ഖബറിൽ നിന്നും അവനവന്റെ ശവക്കല്ലറകളിൽ നിന്ന് മനുഷ്യൻ പൊടിഞ്ഞു വരുന്നു. പാവക്കുരു മുളക്കുന്നത് പോലെ, പുളിങ്ങാക്കുരു മുളക്കുന്നത് പോലെ, പയറ്റിൻകുരു മുളക്കുന്നത് പോലെ മനുഷ്യന്മാര് എവിടെയൊക്കെയുണ്ടോ, ഏതെല്ലാം പള്ളിക്കാട്ടില്, ഏതെല്ലാം സെമിത്തേരിയില്, ഏതെല്ലാം ചുടലകളില്, ഏതെല്ലാം നദികളില്, എവിടെയൊക്കെ മനുഷ്യന്റെ ഡെഡ് ബോഡിയുണ്ടോ അവിടുന്ന് മുളച്ച് വരുന്നു, വളഞ്ഞു കുത്തി വരുന്നു, എഴുന്നേറ്റ് വരുന്നു. പുളിങ്ങാക്കുരു മുളക്കും പോലെ വളഞ്ഞു കുത്തി നിൽക്കുന്നു. ആഖിർ സമാനിലെ മക്കളെ, ഇത് സംഭവിക്കാനുള്ളതാ.